എഇമാരായിട്ടുള്ളവരാണ്. അപ്പൊ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, അത് കഴിഞ്ഞ് പിന്നെന്താ വരിക, ആ വർക്ക് നടക്കുമ്പോൾ അതിന്റെ മെഷർമെന്റ് എൻട്രി ചെയ്യും. ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രധാന വരുന്ന ജോലി കഴിഞ്ഞാൽ ആ എസ്റ്റിമേറ്റ് അത് ആരാണോ അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കേണ്ടത്, ആ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കേണ്ട ഓഫീസർ, അത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആകാം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആകാം, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആകാം, ചീഫ് എഞ്ചിനീയർ ആകാം. ഇതിനു മുകളിലുള്ള ഈ 4 കാറ്റഗറിയിലുള്ള ആരാണോ അതിന് ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കേണ്ടത്, ആ ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് വഴി തന്നെ അത് എന്തിലേക്ക് പോകും? പ്രൈസ് 3 വഴി തന്നെ അത് ടെൻഡറിലേക്ക് പോകും. നമ്മൾ പ്രൈസ് 1 ചെയ്തിരുന്ന പരിപാടി എന്ന് വെച്ചാൽ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്നത് വരെ നമുക്ക് പ്രൈസ് ഉള്ളൂ. ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിനെ വേറൊരു വഴിക്ക് അവിടെ പ്രൈസിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ടെൻഡറിലോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ പ്രൈസ് 3 വന്നപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ TS കൊടുത്തു കഴിഞ്ഞാലും തൊട്ടടുത്ത ടെൻഡറിലോട്ട് പോകുന്നു. ഓരോ ടെൻഡറുകൾക്ക് ആള് കിട്ടുന്നില്ല എങ്കിൽ അടുത്ത ടെൻഡറിലോട്ട് പോകുന്നു. ടെൻഡർ കഴിഞ്ഞിട്ട് ആ ടെൻഡർ അത് 5 കോടിക്ക് മുകളിലാണെങ്കിൽ അതിന് 2 ബിഡ് ഉണ്ടാകും. ടെക്നിക്കൽ ബിഡും ഉണ്ടാകും, പ്രൈസ് ബിഡും ഉണ്ടാകും. ഇനി 5 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ബിഡും പ്രൈസ് ബിഡും ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ട് ടെൻഡർ അതിന്റെ മെറിറ്റ് അനുസരിച്ച് എബോവ് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 10% വരെയാണ് നമുക്ക് നോർമലി അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻഡർ. അതിന് മുകളിലാണെങ്കിൽ അത് സർക്കാരിന്റെ അനുമതിയിലേക്ക് വിടണം. സർക്കാർ അത് ഗവൺമെന്റ് ക്യാബിനറ്റിൽ വെച്ച് അപ്രൂവൽ ആക്കണം. അങ്ങനെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ അതിനകത്തുണ്ട്. ഇത്തരം നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ട് ആ വർക്ക് നമ്മൾ എന്തിലേക്ക് പോകുന്നു? ടെൻഡറിനെ അപ്രൂവ് ചെയ്ത് ആ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും? അവാർഡ് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പ്രൈസിൽ പറയുന്ന പേര് LOA എന്നുള്ളതാണ്. മുൻപ് നമ്മൾ പറയുന്നത് വർക്ക് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം LOA എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് അപ്രൂവൽ ഓർ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്. അപ്പൊ LOA കൊടുത്തു കഴിഞ്ഞാൽ കരാറുകാരൻ ആ വർക്ക് നമ്മൾ അവാർഡ് ചെയ്തു. അപ്പൊ LOAക്കകത്ത് പ്രൈസ് 3 അനുസരിച്ച് നമ്മുടെ LOAക്കകത്ത് 28 ഡേയ്സ് ആണ് ആ കരാറുകാരൻ എഗ്രിമെന്റ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന സമയം. അത് PWD മാനുവൽ നിർദ്ദേശിക്കുന്ന സമയമാണ്. നമ്മൾ മുൻപൊക്കെ പക്ഷേ വർക്കിന്റെ നെസസിറ്റി അനുസരിച്ച് ഇപ്പൊ ഒരു എമർജൻസി വർക്കാണ്, 28 ദിവസം കഴിഞ്ഞ് 28 ദിവസത്തിനകം തീർക്കേണ്ട ഒരു വർക്കാണ്. അതുകൊണ്ട് 28 ദിവസം കഴിഞ്ഞ് കരാറുകാരൻ എഗ്രിമെന്റുമായിട്ട് വന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡിപ്പെൻഡിങ് ഓൺ ദി നെസസിറ്റി ഓഫ് ദി വർക്ക്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എഗ്രിമെന്റ് വെച്ച് വർക്കിലേക്ക് കയറേണ്ടതായിരിക്കും. അപ്പൊ 28 ദിവസം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു മിനിമം ടൈമിനകത്ത് തന്നെ വർക്ക് എടുത്ത കോൺട്രാക്ടർ അതിന് വേണ്ട ബാങ്ക് ഗ്യാരണ്ടി, പെർഫോമൻസ് ഗ്യാരണ്ടി, ഇനി അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി, ആ വർക്ക് 10% ബിലോയിൽ എടുത്തിട്ടുള്ള ഐറ്റങ്ങൾക്ക് അവിടെ നമുക്ക് സാധാരണ ഇപ്പൊ ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ഒരു വർക്ക് ആസ് ഓൺ എ ഹോൾ എബോവ് ആണ്, പക്ഷെ ആ വർക്കിന് എന്ത് ബാധകമാകുന്നു? അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി ബാധകമാകുന്നു. നമുക്ക് മുൻപ് നമ്മളുടെ ടെൻഡറുകളെല്ലാം ഈ ഐറ്റം റേറ്റ് ടെൻഡർ അല്ലായിരുന്നു. വാട്ടർ അതോറിറ്റി 2 തരത്തിലുള്ള ടെൻഡറുകളെ നടത്തുന്നുള്ളായിരുന്നു. ഒന്ന് LS ടെൻഡർ, ലംസം ടെൻഡറും, പിന്നെ ഒന്ന് പെർസെന്റേജ് എബോവ് പെർസെന്റേജ് ബിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്കുന്ന തുകയുടെ ഇത്ര ശതമാനം കൂടുതൽ തുകയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോ പെർസെന്റേജ് എബോവ്, ഇത്ര പെർസെന്റേജ് എബോവ് ടെൻഡേർഡ് PACയുടെ 5% എബോവ്, അല്ലെ 10% എബോവ്, അല്ലെ 15% എബോവ് ആയിട്ടാണ് ഒരു വർക്ക് അവാർഡ് ചെയ്തിട്ടുള്ളതെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരില്ല? അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി വരില്ല. എന്താണ് അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി? 10% തുകയിൽ കുറവ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വർക്കുകൾക്ക് കോൺട്രാക്ടർ അതിന്റെ വർക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കത്തില്ല. ആ വർക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കാതെ ചെയ്യോതോളാം എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി. അത് സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്നതാണ്. പക്ഷേ ഐറ്റം റേറ്റ് ടെൻഡർ വന്നപ്പം എന്താ വന്നിട്ടുള്ളത്? ടോട്ടലായിട്ട് ആ വർക്ക് 10% അല്ലെങ്കിൽ 8% എബോവ് ആണെങ്കിൽ പോലും അതിനകത്ത് ചില ഐറ്റങ്ങൾക്ക് കോൺട്രാക്ടർ കോട്ട് ചെയ്തിരിക്കുന്നത് 10% താഴെ തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഐറ്റങ്ങൾക്ക് മാത്രം കരാറുകാരൻ എന്ത് കൊടുക്കേണ്ടി വരുന്നു? അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരുന്നു. അതാണ് സർക്കാർ ഉത്തരവ്. അപ്പോൾ ആ അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി എന്നിങ്ങനെയുള്ള മാൻഡേറ്ററി കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ അക്സെപ്റ്റൻസ് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മൾ പണ്ട് പറയുന്ന കണ്ടീഷൻസ് അല്ല.
ഒരു വർക്കിന് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ കോൺട്രാക്ടർ ഇത്തരം ഗ്യാരണ്ടികൾ, ബാങ്ക് ഗ്യാരണ്ടി, പെർഫോമൻസ് ഗ്യാരണ്ടി, അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി ഒക്കെ ഹാജരാക്കണം. കൂടാതെ ആ വർക്ക് സംബന്ധിച്ച് ഒരു ഇൻഷുറൻസ് കരാറുകാരൻ എടുത്തിരിക്കണം. അതും നമ്മുടെ LOAക്കകത്ത് പറയുന്നുണ്ട്. ഈ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലോ അത് ആർക്കൊക്കെ? കരാറുകാരനോ കരാറുകാരന്റെ ജോലിക്കാർക്കോ അല്ലെങ്കിൽ വർക്ക് സൈറ്റിൽ സൂപ്പർവൈസ് ചെയ്യാൻ പോകുന്ന നമ്മളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥർക്കോ എന്തെങ്കിലും വർക്ക് സൈറ്റിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് അതെല്ലാം ഇൻഷുറൻസ് കവറേജിൽ ബാധകമാണ്. അപ്പൊ കരാറുകാരൻ എന്തെടുത്തിരിക്കണം? ഇൻഷുറൻസ് എടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ആ കരാറിന് ലേബർ രജിസ്ട്രേഷൻ ഉണ്ടാവണം. ലേബർ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വർക്കുകളെ സംബന്ധിച്ചിടത്തോളം കരാറുകാര് നമ്മുടെ ലോക്കൽ ലേബേഴ്സിനെയും കൊണ്ടുവരും. അതേപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിഥി തൊഴിലാളികളും ഉണ്ടാവും. അപ്പോൾ ഇന്റർസ്റ്റേറ്റ് മൈഗ്രൻസ് ആയിട്ടുള്ള തൊഴിലാളികൾക്കും ലൈസൻസ് ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള മാൻഡേറ്ററി ലൈസൻസുകളാണ്. ഇതൊക്കെ നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കരാറുകാരെടുത്ത് വാങ്ങേണ്ടതാണ്. അവിടെ ഇപ്പൊ ന്യായമായിട്ടൊരു ചോദ്യം ചെയ്യും, ചോദ്യം വരും, ഒരു ചെറിയ പ്രവൃത്തി, അത്യാവശ്യം നമ്മുടെ ഒരു ചെറിയ മെയിൻ്റനൻസ് പ്രവൃത്തി, അതിലൊക്കെ ഇത് ബാധകമാണോ എന്നുള്ളത്. നിയമപരമായിട്ട് ഇതെല്ലാം ബാധകമാണ്. ഈ നിയമം എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേ ഉള്ളൂ നമ്മളെയൊക്കെ ഈ നിയമം കയറി പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു വലിയ പ്രവൃത്തികൾക്ക് ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ, പ്രത്യേകിച്ച് സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ, OHSRന്റെ നിർമ്മാണം, ഇൻടേക്ക് വെല്ലിന്റെ നിർമ്മാണം, വലിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നത്, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം എന്നിത്യാദി പോലെയുള്ള വലിയ വർക്കുകൾക്ക് ഇത് ഒരു എക്സ്ക്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് ഇതേപോലെയുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി ബാധിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ ഓർത്തോണം. അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് വർക്ക് ഓർഡറിൽ LOAയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടോ അതൊന്നും നമ്മൾ ചുമ്മാതെ വായിച്ചു നോക്കാൻ വേണ്ടി മാത്രമുള്ളതോ അല്ലെ വായിച്ചു നോക്കിയിട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആ കരാറുകാരൻ ബാധ്യസ്ഥനാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് LOA കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? ഞാൻ ഈ പറഞ്ഞു വരുന്നത് മെഷർമെന്റിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഇതിനിടയ്ക്കുള്ള നടപടികളെ കുറിച്ച് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എസ്റ്റിമേറ്റ് കഴിഞ്ഞു നേരെ EM ബുക്കിലോട്ട് വരുന്നു എന്നുള്ളതല്ല. അപ്പോ വർക്ക് ഓർഡർ കൊടുത്തു. വർക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കരാറുകാരൻ അതിന്റെ എഗ്രിമെന്റ് പേപ്പറുമായിട്ട്, സ്റ്റാമ്പ് പേപ്പറുമായിട്ട്, അതിനകത്ത് പറഞ്ഞേക്കുന്ന മുദ്രപത്രത്തിന്റെ വാല്യൂ ഉള്ള മുദ്രപത്രവുമായിട്ട് ഏത് ഓഫീസിലാണോ എഗ്രിമെന്റ് വെക്കേണ്ടത്, LOA കൊടുത്ത് എഗ്രിമെന്റ് വെക്കേണ്ടത് ഏത് ഓഫീസിലാണോ ആ ഓഫീസിൽ എത്തുന്നു. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ആ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ സാധാരണ വരുന്നത് നമ്മളെ PH ഡിവിഷനുകളിൽ വരുന്ന വർക്കിനകത്ത് വലിയ പ്രശ്നം വരുന്നില്ല. കാര്യം ആ വർക്ക് ഒറിജിനേറ്റ് ചെയ്ത ഒരു AE ആണെന്നുണ്ടെങ്കിൽ ആ AEയുടെ ഓഫീസിലോട്ട് തന്നെ അസൈൻ ചെയ്ത് പോകത്തുള്ളൂ. പക്ഷെ പ്രോജക്ട് ഡിവിഷനുകളിൽ വരുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാര് ഒരു ഓഫീസിന് കീഴിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം അയാളായിരിക്കത്തില്ല ആ എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. AE1 എന്നുള്ള ആളുടെ ഐഡിയിലായിരിക്കും എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്തത്. പക്ഷേ വർക്ക് എടുക്കേണ്ടി വരുമ്പോഴേക്കും അത് AE5 ആയിരിക്കും ചെയ്യേണ്ടി വരിക. അത് നമ്മളുടെ ഇന്റേണൽ ഡ്യൂട്ടി അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് ഓഫീസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളുടെ ഓഫീസിൽ നിന്നും അസൈൻ ചെയ്യുമ്പോൾ ആരാണോ അത് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക്, ആ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ആ എഗ്രിമെന്റ് അപ്രൂവ് ചെയ്യുന്ന ഓഫീസിനുണ്ട്. അത് ഏത് ഓഫീസാണെങ്കിലും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ആണെങ്കിലും സൂപ്പർഡിങ് എഞ്ചിനീയറുടെ ഓഫീസ് ആണെങ്കിലും അവിടെയുണ്ട്. അങ്ങനെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഒരു വർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് അസൈൻ ചെയ്യുന്നതോട് കൂടി തന്നെ ഇതിന്റെ സൈറ്റ് ഹാൻഡ് ഓവർ, നമുക്ക് ഈ സൈറ്റ് ഹാൻഡ് ഓവർ ഒക്കെ പണ്ട് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർക്ക് തുടങ്ങി കുറെ നാൾ കഴിഞ്ഞു, ആ വർക്ക് സമയത്തിന് തീർന്നില്ല, കോൺട്രാക്ടർക്ക് ഫൈൻ ഈടാക്കണം, ഫൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു തത്രപ്പാടിലാണ് നമ്മൾ ഈ സൈറ്റ് ഹാൻഡ് ഓവർ എന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത്. കാര്യം സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത ഡേറ്റ് മുതലേ ഹിൻഡ്രൻസ് ഫ്രീ ആയിട്ട് ആ സൈറ്റിൽ മറ്റ് തടസ്സങ്ങളില്ലാതെ ആ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത ദിവസം മുതലേ ആ കോൺട്രാക്ടർക്ക് ആ സൈറ്റിൽ വർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ ആണ് സൈറ്റ് ഹാൻഡ് ഓവർ വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പ്രൈസ് 3 വന്നപ്പോഴേക്കും സൈറ്റ് ഹാൻഡ് ഓവർ ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ കോൺട്രാക്ടർ സൈറ്റ് ഹാൻഡ് ഓവർ അയാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്ത് കോൺട്രാക്ടർ പോർട്ടൽ വഴി അപ്രൂവ് ചെയ്ത് നമുക്ക് തരും.
അപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിനെ കൗണ്ടർ സൈൻ ചെയ്തെടുക്കണം. അവിടെ നമ്മൾ ആദ്യം പ്രൈസ് 3 വന്നപ്പോൾ കണ്ട ഒരു ലൂപ്പ് ഹോൾ ആണ്. എന്താണ്? സൈറ്റ് ഹാൻഡ് ഓവർ ഞാനൊന്ന് റെഡിയായി വരട്ടെ, വർക്കൊക്കെ എടുത്തതല്ലേ ഉള്ളൂ, ഫണ്ടൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് എനിക്കൂടി സൗകര്യപ്രദമാവുന്ന രീതിയിൽ ഞാൻ വർക്ക് തുടങ്ങാം എന്നുള്ള ധാരണയിൽ ഒരു കോൺട്രാക്ടർ സൈറ്റ് ഹാൻഡ് ഓവർ ഒക്കെ ഇത്തിരി താമസിപ്പിച്ചൊക്കെ കൊടുക്കാം എന്നുള്ള വിചാരത്തിലിരുന്നു. കാര്യം കൊടുക്കുന്ന ഡേറ്റ് തൊട്ടല്ലേ വാലിഡ് ആകുള്ളൂ എന്നതായിരിക്കാം വിശ്വാസം. പക്ഷേ പ്രൈസ് ഇക്കാര്യത്തിലൊക്കെ വളരെ, പ്രൈസ് 3 ഇക്കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തവർ ഇക്കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമാന്മാരാ. കാര്യം അവര് എന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് ഒപ്പിട്ടാലും എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചക്കകമുള്ള ദിവസം സൈറ്റ് ഹാൻഡ് ഓവറിൽ വന്നിരിക്കും. എഗ്രിമെന്റ് വെച്ച ഡേറ്റ് മുതൽ 2 ആഴ്ചക്കകം വരെയുള്ള ഡേറ്റിൽ സൈറ്റ് ഹാൻഡ് ഓവർ അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിരിക്കും. നമ്മൾ ഒപ്പിടുന്ന ഡേറ്റ് 31 ആണെങ്കിലും അതിന് മുന്നേ ഉള്ള 15-ാം തീയതി നമ്മുടെ സൈറ്റ് ഹാൻഡ് ഓവറിന്റെ ആ വാലിഡ് ടൈം 2 ആഴ്ച കഴിയുന്നെങ്കിൽ ഐ ഹാവ് ഓൺ ദിസ് ഡേ 15 ടേക്കൺ ഓവർ ദി സൈറ്റ് എന്ന് പറഞ്ഞായിരിക്കും അതിൽ പ്രിന്റ് വരിക. അതുകൊണ്ട് കോൺട്രാക്ടർക്ക് ഞാൻ ഇച്ചിരി പഴുതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുള്ള ആനുകൂല്യം ഒന്നും നേടാനൊന്നും അവിടെ കഴിയില്ല. സൈറ്റ് ഹാൻഡ് ഓവറിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി ഈ സൈറ്റ് ഹാൻഡ് ഓവർ കൗണ്ടർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓപ്പൺ ആയി വരും? ഓട്ടോമാറ്റിക്കലി EM ബുക്ക് ഓപ്പൺ ആയി വരും. അതുവരെ സൈറ്റ് ഹാൻഡ് ഓവർ കോൺട്രാക്ടർ സൈൻ ചെയ്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കൗണ്ടർ സൈൻ ചെയ്ത് വരുന്നത് വരെ നമ്മളുടെ പ്രൈസിൽ എന്തുണ്ടാവില്ല? EM ബുക്ക് ഉണ്ടാവില്ല. കാര്യം അന്ന് മുതലേ മെഷർമെന്റ് എൻട്രി ചെയ്യുന്നതിന് ബാധകമുള്ളൂ. ഇനി മെഷർമെന്റ് എൻട്രി ചെയ്യുന്നതിനെ കുറിച്ച്, മെഷർമെന്റ് എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ PWD മാനുവൽ അനുസരിച്ച് 5 കോടിയിൽ കൂടുതൽ തുകയുള്ള വർക്കുകളുടെ മെഷർമെന്റ് തരേണ്ട ഉത്തരവാദിത്വം കോൺട്രാക്ടർക്കാണ്. കാര്യം ആ 5 കോടിയിൽ കൂടുതൽ തുകയുള്ള വർക്കുകളുടെ മെഷർമെന്റുകളിൽ ആ സൈറ്റുകളിൽ ആരൊക്കെ വേണം, ഇതൊക്കെ LOA പറഞ്ഞിട്ടുണ്ട്. പ്രോജക്ട് എഞ്ചിനീയർ വേണം, സൂപ്പർവൈസർ വേണം എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ LOA പറയുന്നുണ്ട്. ഇന്ന ക്വാളിഫൈഡ് പേഴ്സണൽസിനെ നിങ്ങളുടെ സൈറ്റിൽ അപ്പോയിന്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മുടെ LOA പറയുന്നുണ്ട്. ഞാൻ ആ LOA ഒന്ന് കാണിക്കാം, ഒരു സാമ്പിൾ LOA. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാറേ. പറ്റുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ LOA കുറിച്ച് പറഞ്ഞു വന്നതാണ്. അപ്പൊ ഞാൻ ഡെമോ വെർഷനിൽ നമ്മൾ ഒരു യൂസർ ഐഡിയിൽ, AEയുടെ യൂസർ ഐഡിയിൽ കയറി നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു മെഷർമെന്റ് ഈ എംബുക്കിലോട്ട് കയറി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ വിൻഡോയ്ക്കകത്ത് ഇവിടെ നടുക്കൊരു പ്രോജക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണുന്നുണ്ട്. ഈ പ്രോജക്ട്സിനകത്ത് വഴി പോകുന്നതാണ് നമുക്ക് എളുപ്പം. സോ നമ്മളുടെ പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കയ്യിലുള്ള വർക്ക് അവാർഡായി വന്നിട്ടുള്ള ഏതൊക്കെ ഉണ്ടോ ആ പ്രോജക്ട്സ് ഒക്കെ ഇവിടെ വ്യൂ ആയി വരും. അല്ലെങ്കിൽ നമ്മൾ ഇൻബോക്സിലും സെൻഡ് ഐറ്റത്തിലും ഒക്കെ പോയി തപ്പി നമ്മുടെ ഒരു പ്രോജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കയ്യിൽ ആ ഫയലിന്റെ നമ്പർ നമ്മുടെ ഈ വേണം. ഇവിടെ കണ്ടോ 5324 അല്ലെങ്കിൽ 8877 എന്നിങ്ങനെ കഴിഞ്ഞാൽ ഫയൽ നമ്പർ ഉണ്ട്. ഈ ഫയൽ നമ്പർ നമുക്ക് അറിയാമെങ്കിൽ ഓക്കെ, സെർച്ച് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ്. ഞാൻ ഈ പറഞ്ഞ പ്രോജക്ട്സ് ഹോം പേജിലെ പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വർക്കുകളൊക്കെ വരും. ഞാനപ്പോ ഇതിനകത്ത് ഒരു വർക്ക് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു വർക്ക് ചൂസ് ചെയ്തപ്പോൾ നമ്മുടെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോ നമുക്കിനി എളുപ്പം എങ്ങനെ ഓരോന്നിലേക്ക് പോകാം? ഈ ലെഫ്റ്റ് ടോപ്പിൽ ഒരു ചെറിയ ആരോ വലതേക്ക് ഇരിപ്പുണ്ട്. ആ ആരോ ക്ലിക്ക് ചെയ്യുക. ആ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ പഠിച്ചതാണ്. കണ്ടോ, നോട്ട്സ്, കറസ്പോണ്ടൻസ്. ഈ കറസ്പോണ്ടൻസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമാക്കിയതാ. അപ്പൊ ഇങ്ങനെ താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്ത് പോയി കണ്ടോ, ഈ പ്രോസസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന എവിടെ വരെ ആയിരുന്നു? DPR വരെ ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. എസ്റ്റിമേറ്റ് എടുത്തു, എസ്റ്റിമേറ്റ് DPR കഴിഞ്ഞു, TS ഒക്കെ വന്നു. അത് കഴിഞ്ഞ് അടുത്ത എന്താണ്? പ്രീ ടെൻഡർ എന്നുള്ള ഒരു നടപടിയുണ്ട്. അതായത് ടെൻഡറിന്റെ ഡേറ്റുകളെ ഒക്കെ തീരുമാനിക്കുന്ന അതാണ് പ്രീ ടെൻഡർ എന്നുള്ളത്. അത് കഴിഞ്ഞ് പോസ്റ്റ് ടെൻഡർ, പ്രീ ടെൻഡർ ഇത് കണ്ടോ, പ്രീ ടെൻഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഡറിന്റെ ബിഡ് ഡോക്യുമെന്റ് ഫോം ഒക്കെ അതിനകത്ത് കാണാം. ബിഡ് ഡോക്യുമെന്റ് ഫോം, BD ഫോം 1, 2, 3, 4. ഇതിനകത്ത് ഓരോന്നിലും നമുക്ക് ഈ ബിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു വർക്കിന്റെ ഫയലിൽ എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കാണ്.
നാളെ ഈ വർക്ക് ഫസ്റ്റ് ടെൻഡർ നിങ്ങൾ എന്നാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ പറയാം ഫസ്റ്റ് ടെൻഡർ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ടെൻഡർ എടുക്കുക, അതിന്റെ BD ഫോം എടുക്കുക, ആ ബിഡ് ഡോക്യുമെന്റ് ഫോം ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതിനകത്തുണ്ട് എന്നാണ് ഫസ്റ്റ് ടെൻഡർ ഡേ വന്നേക്കുന്നത് 10/4/2023 ആയിരുന്നു ക്ലോസിംഗ്, 11/4/2023 ഓപ്പണിംഗ്. അപ്പോ ആ ടെൻഡർ ആരെങ്കിലും എടുത്തോ എന്നറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ BD ഫോം 1 എന്തൊക്കെയാ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. BD ഫോം 1 അതിന്റെ BOQലെ എമൗണ്ട്, ബിഡ് ഡോക്യുമെന്റ് നമ്പർ, ഏത് ക്ലാസിഫിക്കേഷനിലുള്ള ബിഡർ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതിന്റെ സെക്യൂരിറ്റി, ബിഡിന്റെ ഫീ, അത് ബിഡിംഗ് പ്രൊസീജിയർ സിംഗിൾ സ്റ്റേജ് ആണോ മൾട്ടി സ്റ്റേജ് ആണോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, പ്രൈസ് ബിഡ് ക്വാളിഫിക്കേഷൻ കാര്യം എങ്ങനെ മനസ്സിലായി? 3,88,00,000 രൂപയുടെ ഉള്ളൂ BOQ കോസ്റ്റ്. അത് 5 കോടിയിൽ താഴെ ആയതുകൊണ്ട് ഈ ടെൻഡർ എന്താണ്? സിംഗിൾ സ്റ്റേജ് ആണ്. ഇനി ഇവിടുത്തെ വാല്യൂ 5 കോടിയിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ ബിഡിംഗ് പ്രൊസീജിയർ എന്തായി മാറും? ഡബിൾ സ്റ്റേജ് ഓർ മൾട്ടി സ്റ്റേജ് ആയി മാറും. അപ്പോ ടെക്നിക്കൽ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് ഓപ്പണിംഗും ഉണ്ട്, പ്രൈസ് ബിഡ് ഓപ്പണിംഗും ഉണ്ട്. അപ്പൊ ബിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി BD ഫോം 2, ബിഡ് ഡോക്യുമെന്റ് ഫോം 2 അതിന്റെ വർക്കിന്റെ മൈൽ സ്റ്റോൺസ്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ എഴുതി ചേർക്കാം. ബിഡ് ഡോക്യുമെന്റ് 3 അതിനകത്ത് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എത്രയാണ് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊന്നും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ്റർ ചെയ്യേണ്ടതല്ല. ഇതൊക്കെ ആ ബിഡ് ടെൻഡർ ആ ഫ്ലോട്ട് ചെയ്യുന്ന ഓഫീസ്, ടെൻഡർ നടത്തുന്ന ഓഫീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ ഫയലിൽ കയറിയിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ടെസ്റ്റുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? PVC പൈപ്പിന്റെ ക്വാളിറ്റി ടെസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു സിവിൽ സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ക്വാളിറ്റി ടെസ്റ്റ് വരാം? സിമെന്റിന്റെ ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റീലിന്റെ ക്വാളിറ്റി ടെസ്റ്റ്, വാട്ടറിന്റെ ക്വാളിറ്റി ടെസ്റ്റ്, അങ്ങനെ അവിടെ വരുന്ന മെറ്റീരിയലുകളുടെ ഒക്കെ ക്വാളിറ്റി ടെസ്റ്റുകളിലൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ബിഡ് ഡോക്യുമെന്റ് 4 എന്താണ് അതിന്റെ BOQ ടൈപ്പ്? വേണ്ടോ പെർസെന്റേജ് റേറ്റ് ആണോ ഐറ്റം റേറ്റ് ആണോ എന്നുള്ളത്. നമുക്ക് പെർസെന്റേജ് റേറ്റ് ഇപ്പൊ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ഫുൾ ആയിട്ടല്ല ഐറ്റം റേറ്റിലേ വരുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രീ ടെൻഡറിൽ വരുന്നു. ഇനി അടുത്ത എന്താണ്? പോസ്റ്റ് ടെൻഡർ. ഇത് ടെൻഡർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. പോസ്റ്റ് ടെൻഡറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ടെൻഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ടെൻഡറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വന്നു. ഇനി ഇവിടെ ബിഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? പോസ്റ്റ് ടെൻഡറിൽ ആരൊക്കെ ബിഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? സോ ഒന്നാമത്തെ ടെൻഡറിൽ ഇതിനകത്ത് ആരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നോ ഡാറ്റ ഉണ്ട്. അതുകൊണ്ട് ഇനി കോട്ടഡ് BOQ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പാരിസൺ, ഇതെല്ലാം നമുക്ക് ഈ പ്രൈസിൽ തന്നെ കിട്ടുന്നു. ഇനി അതുമായിട്ട് ഡൗൺലോഡ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് കിട്ടുന്നു. ഇനി BD ഫോം, അങ്ങനെയുള്ള ബിഡ് ഡോക്യുമെന്റ് ഫോം എല്ലാം കിട്ടുന്നു. ഇതിനകത്ത് ഈ പർട്ടിക്കുലർ കാണിച്ചതിനകത്ത് വരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കിൽ ഈ ഫസ്റ്റ് ടെൻഡറിൽ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് വന്നത്? രണ്ടാമത്തെ ടെൻഡർ വന്നത്. അല്ലെങ്കിൽ ഈ ഒറ്റ ടെൻഡർ വെച്ചിവിടെ തീർന്നേനെ. പ്രീ ടെൻഡർ ഒന്നും മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇനി അടുത്തത് എന്ത് വന്നു? പ്രീ ടെൻഡർ 2 വന്നു. രണ്ടാമത്തെ ടെൻഡർ വന്നു. രണ്ടാമത്തെ ടെൻഡർ വന്നപ്പോഴേക്കും നമ്മൾ പുതിയ ടെൻഡർ ഡേറ്റ് എടുത്തു. 5/2023 ആ ടെൻഡർ ഫ്ലോട്ട് ചെയ്തത്. അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വന്നു. അതിന്റെ ബിഡ് ഡോക്യുമെന്റ് ഫോം ഒക്കെ നമ്മളിപ്പോ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്, വീണ്ടും അതിലേക്ക് പോകണ്ട. ഇനി പോസ്റ്റ് ടെൻഡർ വന്നു. അപ്പൊ പോസ്റ്റ് ടെൻഡറിൽ വരുമ്പോഴേക്കും ഇവിടെ എന്തുണ്ട്? അതിന്റെ ടെൻഡർ സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഈ റൈറ്റ് പാനലിൽ കാണുന്നത്. അതിനിപ്പുറത്ത് ബിഡർ കണ്ടോ? അത് വന്നപ്പോഴേക്കും അവിടെ 4 ബിഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ബിഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പം BD ഫ്രം EPS എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ബിഡറും കൊടുത്തിട്ടുള്ള സ്റ്റാറ്റസുകൾ. ഇതിനകത്ത് ഏത് മാത്രമേ ഇവിടെ വരുള്ളൂ? ഈ ബിഡിൽ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്ത് ആർക്കാണോ അത് അവാർഡ് ചെയ്തിട്ടുള്ളത് അയാളുടേത് മാത്രമേ ഈ ഡീറ്റെയിൽസ് ഇവിടെ വരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ആ ബിഡിൽ നിന്ന് ഔട്ടായി. അതുകൊണ്ട് ഈ കരാറുകാരൻ ഇവിടെ വന്നേക്കുന്നത് ഷിബു സക്കറിയ എന്ന് പറയുന്ന കരാറുകാരനാണ്. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ബിഡ് സെക്യൂരിറ്റി, റെമിറ്റൻസ്, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതാണ് നമ്മുടെ പ്രൈസിന്റെ ഒരു ഗുണം, പ്രൈസ് 3യുടെ ഗുണം.
പണ്ട് കാലത്ത് ഒരു സെക്ഷൻ ഓഫീസിൽ ഇരിക്കുന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഈ സാധനങ്ങളൊന്നും വിസിബിൾ അല്ല. കാര്യം ഇതൊക്കെ എവിടുത്തെ ഫയലിൽ കിടക്കുകയാണ്? ടെൻഡർ ചെയ്ത ഓഫീസിന്റെ ഫയലിൽ കിടക്കുക. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ SE ഓഫീസിലെ ടെൻഡർ ആണെങ്കിൽ SE ഓഫീസിലെ DBമാരെ വിളിക്കുകയോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു സംശയം അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാവുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓഫീസിൽ ഇരുന്നാൽ നമ്മുടെ പ്രൈസിൽ തന്നെ ഇതെല്ലാം കിട്ടും. അയാളുടെ ബിഡ് സെക്യൂരിറ്റി, റെമിറ്റൻസ്, ഇതെല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സാധനം ഇവിടെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞു. എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്ത് വരാൻ, കാരണം ഡെമോ ആയതുകൊണ്ടാണ് അത് വരാത്തത്. ലൈവിലാണെങ്കിൽ ഇതെല്ലാം കിട്ടിയേനെ, നമുക്കിത് ഡെമോ വെർഷൻ ആയതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബിഡുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അയാൾ കൊടുത്തിട്ടുണ്ടോ, NIT ഇവിടെ ഉണ്ട്, അതിന്റെ പിന്നെ NIT നമ്മൾ പണ്ട് NIT കിട്ടണമെന്നുണ്ടെങ്കിൽ NIT അതിന്റെ ബൗണ്ട് വോള്യം നമ്മുടെ ഓഫീസിൽ ചിലപ്പോൾ എത്തത്തില്ല. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ NITയുടെ ബൗണ്ട് വോള്യം എത്തത്തില്ല. അബ്സ്ട്രാക്ട് ഓഫ് ദി എഗ്രിമെന്റ് മാത്രമേ വരുള്ളൂ. ആ NITയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ വരെ നമുക്കിപ്പോ എന്തിൽ നോക്കാം? ഒരു ബിഡ് സംബന്ധിച്ച് NITയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? കോൺട്രാക്ടർ പറയുകയാണ് NIT പ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ NITയിൽ അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടോ, നമ്മുടെ NITയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇനി കോട്ടഡ് BOQ, ഓരോരുത്തരുടെയും കോട്ടഡ് BOQ, 4 കരാറുകാരുടെയും കോട്ടഡ് BOQ ഇവിടെ ഉണ്ടാകും. കമ്പാരിസൺ, 4 കരാറുകാരും എത്രയാണ് അതിനകത്ത് തുക കോട്ട് ചെയ്തത് എന്നുള്ള കമ്പാരിസൺ, അതാണ് ഈ കമ്പാരിസൺ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. നെറ്റ് സ്ലോ ആയത്, ഓക്കെ വന്നു. 4 കരാറുകാരുടെയും പേരുണ്ട്, എസ്റ്റിമേറ്റഡ് PSC എത്രയാണെന്നുണ്ട്, അതിന്റെ LMR PSC എത്രയാണെന്നുണ്ട്, SOR + 10% ഉണ്ട്, കോട്ടഡ് റേറ്റ്. ഒരാൾ -23.17, ഒരാൾ -5.06, ഒരാൾ -2.89, ഒരാൾ 5.61. അങ്ങനെ ഓരോരുത്തരുടെയും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെൻഡറുകൾ എപ്പോഴും അവാർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ടെൻഡർ അവാർഡ് ചെയ്യുന്നത് 3 കണ്ടീഷൻ വെച്ചാണ്. ഒന്ന്, നമ്മുടെ എസ്റ്റിമേറ്റഡ് PSC നമ്മുടെ കയ്യിലുണ്ട്. ആ എസ്റ്റിമേറ്റഡ് PSC വെച്ചിട്ട് കോൺട്രാക്ടർ എന്ത് ചെയ്യും? കോട്ട് ചെയ്യും. സോ കോട്ടഡ് PSC. അടുത്ത എന്താണ്? നമ്മുടെ LMR PSC, അതായത് ലോക്കൽ മാർക്കറ്റ് റേറ്റ് പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്. ലോക്കൽ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് എത്ര വരും. പിന്നെ കറണ്ട് SOR + 10%, ഇതാണ് നമ്മൾ പറയുന്നത് SOR + 10% എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് PSC-ക്കാളും 10% കൂടുതൽ. ഇത് 3-ൽ കുറവ് ഏതാണോ അതിലെ ഈ വർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവാർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളൊരു വർക്ക് അവാർഡ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴായാലും വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ വർക്ക് ഈവൻ ബിലോ വർക്ക് ആണെങ്കിലും എബോവ് വർക്ക് ആണെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് നമ്മൾ ആ വർക്ക് അയാൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് നമ്മൾ ഒന്നുകൂടെ ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കുറയ്ക്കുവാൻ വഴിയുണ്ടോ? ചോദിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. തരുവോ തരത്തില്ല എന്ന് പറയേണ്ടത് അയാളാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ കോൺട്രാക്ടർക്ക് ആ ഫയൽ കൊടുക്കും, എന്നിട്ട് അയാൾ ചോദിക്കും, നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോലെ എന്ന് വെച്ച് വന്ന രീതി തന്നെ നോക്കിയാൽ എന്തെങ്കിലും കൂടെ കുറവ് തരാനുണ്ടോ എന്ന് ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്താണ് അയാൾ എന്ത് ചെയ്യുന്നു? ആ വർക്കിൽ അയാൾ പറയാണ് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പോ സപ്പോസ് SOR + 10% എന്നുള്ളതിനകത്ത് അയാളുടെ കോട്ടഡ് എമൗണ്ട് 11%. നമ്മൾ അയാളുടെ അടുത്ത് പറയുന്നു, ഈ 15% നിങ്ങൾക്ക് കിട്ടത്തില്ല, 10% കൂടുതൽ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, അതാണ് ഗവൺമെന്റ് റൂൾ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് തരണം? നെഗോഷിയേറ്റ് തരണം. ഇനി നെഗോഷിയേറ്റ് ചെയ്യാൻ അയാൾ തന്നില്ല എങ്കിലും അയാൾ വില്ലിങ് ആണോ എങ്കിൽ നമുക്ക് വർക്ക് അവാർഡ് ചെയ്യാം. അവാർഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതിലേ പോകുള്ളൂ? ഈ ഏറ്റവും ലോവസ്റ്റ് ആയി കിടക്കുന്ന 10%-ത്തിലേ ആ വർക്ക് അവാർഡ് ചെയ്ത് പോകുള്ളൂ. അപ്പം നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പൊ നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗോഷിയേറ്റഡ് BOQ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ വരും. ഈ നെഗോഷിയേറ്റഡ് BOQ വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. നെഗോഷിയേറ്റഡ് BOQ എസ്റ്റിമേറ്റ് റേറ്റ് ഇവിടെ ഉണ്ട്, LMR റേറ്റ് ഉണ്ട്, കറണ്ട് SOR ഉണ്ട്, അയാൾ കോട്ട് ചെയ്ത റേറ്റ് ഉണ്ട്. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് ഇവിടെ വേണ്ടത്? നമ്മൾ ഇട്ട എസ്റ്റിമേറ്റ് റേറ്റ്, അതിന്റെ LMR റേറ്റ്, അതിന്റെ SOR റേറ്റ്. SOR റേറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് റേറ്റ് തന്നെയാണ് SOR റേറ്റ് എന്ന് പറയുന്നത്. ഇനി അയാൾ കോട്ടഡ് റേറ്റ്, ഇനി അയാൾ അതിൽ നെഗോഷിയേറ്റ് ചെയ്ത റേറ്റ്. അപ്പോൾ ഇവിടെ ഇത് സെയിം തന്നെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, എസ്റ്റിമേറ്റ് റേറ്റ് 71.37.54 തന്നെയാണ് SOR റേറ്റ്. പക്ഷെ അവിടുത്തെ LMR റേറ്റ് എത്രയാ? 72.37.49. അയാൾ കോട്ട് ചെയ്തേക്കുന്നത് എത്രയാ? 53.21.5. അയാൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടേക്കുന്നത് എത്ര തന്നെയാ? 53.21.5 എന്ന് പറഞ്ഞാൽ അതിൽ കുറവ് ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഓരോന്നിന്റെ ഇതേപോലെ വരും. അപ്പൊ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്.
LMR അബ്സ്ട്രാക്ട് ഡൗൺലോഡ് ചെയ്യാം, LMR ഡാറ്റ അനാലിസിസ് വരാം, നെഗോഷിയേറ്റഡ് BOQ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം കഴിഞ്ഞ് പോസ്റ്റ് ടെൻഡർ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിലോട്ട് പോകുന്നത്, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായതുകൊണ്ട് നമ്മുടെ ഡെമോ വെർഷൻ ആയതുകൊണ്ട് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് നോർമൽ കേസിൽ കാണാം, ഈ അഗ്രിമെന്റ് വെച്ചതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തത് അത് കഴിഞ്ഞ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കഴിഞ്ഞ് അടുത്ത് എന്ത് വരുന്നു, നമ്മുടെ സൈറ്റ് ഹാൻഡ് ഓവർ പെർഫോർമ വരുന്നു. സൈറ്റ് ഹാൻഡ് ഓവർ പെർഫോർമ ഇവിടെ വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ ഡെമോ വെർഷൻ ആയതുകൊണ്ട് അത് ലോഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ സൈറ്റ് ഹാൻഡ് ഓവർ പെർഫോർമ വരുന്നു. ഇത് കഴിഞ്ഞാൽ നേരെ അടുത്ത സ്റ്റെപ്പാണ് എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ ആ ക്രോണോളജിക്കൽ ഓർഡർ സൈറ്റ് ഹാൻഡ് ഓവറും കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകുന്നു, EM ബുക്കിലേക്ക് പോകുന്നു. അപ്പൊ EM ബുക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെ കാര്യം വരും. ഇൻവേർഡ് ഇൻബോക്സ്, EMB എൻട്രി, EMB വ്യൂ, എഗ്രീഡ് ഷെഡ്യൂൾ. നമ്മുടെ എഗ്രീഡ് ഷെഡ്യൂൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ എന്തിനാണ് ഇൻവേർഡ് വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒരു വലിയ വർക്കിനെ സംബന്ധിച്ചിടത്തോളം 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള വർക്കിൽ PWD മാനുവൽ അനുസരിച്ച് കരാറുകാരൻ കോൺട്രാക്ടർ പോർട്ടൽ വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, മെഷർമെന്റ് എൻട്രി ചെയ്യേണ്ടത്. അങ്ങനെ കരാറുകാരൻ കോൺട്രാക്ടർ പോർട്ടൽ വഴി മെഷർമെന്റ് എൻട്രി ചെയ്താൽ അത് നമ്മുടെ ഇൻവേർഡിൽ ഇൻബോക്സിലും വന്ന് കിടക്കും. എയ്ക്ക് അത് എടുത്തിട്ട് അയാൾ എഴുതിയേക്കുന്ന മെഷർമെന്റുകൾ, അയാൾ അതിനകത്ത് നോട്ട് ചെയ്തേക്കുന്ന മെഷർമെന്റുകൾ ഞാൻ സൈറ്റിൽ പോയി മ്യൂച്വലി എഗ്രി ചെയ്ത മെഷർമെന്റ് തന്നെയാണോ, അല്ലെങ്കിൽ സൈറ്റിൽ പോയി ഞാൻ കണ്ട മെഷർമെന്റ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് എന്തിനു വിടാൻ, തൊട്ടടുത്ത AXക്ക് ഹയർ ഓഫീസർക്ക് ചെക്ക് മെഷർമെന്റ് വിടാൻ. ഓക്കെ, അപ്പോ ഇൻബോക്സിലൊന്നും ഇല്ല. നമ്മളപ്പോ EMB എൻട്രിയിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോ EMB എൻട്രി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ EMB എൻട്രി ചെയ്യാൻ പോകുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. നമ്മളിപ്പോ സാധാരണ നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ പ്രധാന പണി FHTC എടുക്കുക എന്നുള്ള ജൽജീവൻ മിഷൻ വർക്കാണല്ലോ. ഇതും JJM-ൽ വരുന്ന ഒരു വർക്കാണ്. അപ്പം എങ്ങനെ നമ്മൾ എൻട്രി ചെയ്യും? ഇതിനകത്ത് ഒരു നടക്കുന്ന ഒരു ഓൺഗോയിങ് വർക്കിന്റെ ഡെമോ വെർഷനിലുള്ളതായതുകൊണ്ടാണ് ചെറിയ മെഷർമെന്റുകൾ അതിനകത്ത് കാണുന്നത്. അത് നിങ്ങൾ പരിഗണിക്കണ്ട. ഒന്നാമത്തെ ഐറ്റത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തു, കണ്ടോ? അപ്പൊ തൊട്ടടുത്ത് ഇതേവരെ എഴുതിയിട്ടുള്ള മെഷർമെന്റുകളൊക്കെ അതിനകത്ത് എന്തുണ്ട്, വന്നിട്ടുണ്ട്. നമ്മൾ ഇതേവരെ എഴുതിയ മെഷർമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പുതിയൊരു മെഷർമെന്റ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിന്റെ വളരെ സൈഡിലോട്ട് നോക്കുക, ഒരു പ്ലസ് സൈൻ കാണാം. ആ പ്ലസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ എൻ്റർ വാല്യൂ, ഹെഡിങ് നെയിം, എന്താണ് മെഷർമെന്റ്, ആ മെഷർമെന്റ് എന്താണ് ഹെഡിങ് എന്നുള്ളത് നമുക്കിവിടെ എഴുതാം. ഇതിപ്പോ നമ്മൾ FHTC കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, പ്രൊവൈഡിങ് FHTC, അതാണ് നമ്മുടെ ഹെഡിങ്. ഇനിയുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, മെഷർമെന്റ് ടൈപ്പ് എന്നൊരു സാധനം ചോദിച്ചു. നമുക്ക് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മെഷർമെന്റ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബുക്ക് എടുക്കും, ഡു എഴുതും, അതിന്റെ മെഷർമെന്റ് എഴുതി വെക്കും, ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ യഥാർത്ഥത്തിൽ PWD മാനുവൽ പറയുന്നത് 4 ടൈപ്പ് മെഷർമെന്റിനുള്ളതാണ്. 4 ടൈപ്പ് മെഷർമെന്റ് എന്തൊക്കെയാണ്? ഒന്ന് കൺസീൽഡ് മെഷർമെന്റ്. എന്താണ് കൺസീൽഡ് മെഷർമെന്റ്? ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, ആ മെഷർമെന്റ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷർമെന്റിൽ എൻട്രി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ ആയിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. പിന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ തല്ലിപ്പൊളി ഒരു നിർമ്മിതി നമ്മൾ ചെയ്തതിന് തല്ലിപ്പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അനുവദിക്കാതെ തല്ലിപ്പൊളിക്കാൻ പറ്റത്തില്ലല്ലോ. വെട്ടിപ്പൊളിച്ചെങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. അതാണ് കൺസീൽഡ് മെഷർമെന്റ്. അപ്പൊ ഈ കൺസീൽഡ് മെഷർമെന്റ് ഏതൊക്കെയാ വരിക? നമ്മുടെ ആ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഒരു കൺസീൽഡ് മെഷർമെന്റ്. കാര്യം അതിനകത്ത് നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. ഇനി ഒരു ഇൻടേക്ക് വെല്ലിന്റെ സ്ട്രക്ചർ, നാളെ അതിനി ഈ ഇൻടേക്ക് വെല്ലിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം അതിനി ഒരിക്കലും ഒരു പക്ഷെ കാണാനേ പറ്റില്ല. കാര്യം അതിനി പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോസ്റ്റ് ഹൈലി ഇൻപ്രാക്ടിക്കബിൾ. അപ്പോൾ അങ്ങനെയുള്ള മെഷർമെന്റിനെ നമ്മൾ എന്ത് പറയും? കൺസീൽഡ് മെഷർമെന്റ് എന്ന് പറയും. ഈ കൺസീൽഡ് മെഷർമെന്റ് ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്ക് മെഷർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ 100% ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യണം? ചെക്ക് മെഷർ ചെയ്യണം, കൺസീൽഡ് മെഷർമെന്റ് ചെയ്യണം. ഇനി കൺസീൽഡ് മെഷർമെന്റ് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൺസീൽഡ് മെഷർമെന്റുകൾ പരമാവധി ചെയ്യുന്ന ദിവസം തന്നെ ചെയ്തിരിക്കണം. പരമാവധി എന്നൊരു വാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല. നിശ്ചയമായിട്ടും ചെയ്യുന്ന ദിവസം തന്നെ ചെയ്തിരിക്കണം. പരമാവധി എന്നേ പറയാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ EM ബുക്ക് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന മെഷർമെന്റ് ഇന്നത്തെ മെഷർമെന്റും നാളെ എൻ്റർ ചെയ്യുന്ന മെഷർമെന്റ് നാളത്തെ മെഷർമെന്റും ആയിരിക്കും.
നാളെ ഞാനൊരു മെഷർമെന്റ് എൻ്റർ ചെയ്തിട്ട് അത് ഇന്നലത്തേക്ക് കണക്കാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കണക്കാക്കത്തില്ല. അതുകൊണ്ട് കൺസീൽഡ് മെഷർമെന്റുകൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷർമെന്റ് പരമാവധി വർക്ക് ചെയ്യുന്ന ദിവസം തന്നെ എൻ്റർ ചെയ്യണം. അതിനുവേണ്ടിയാണല്ലോ നമുക്ക് എല്ലാവർക്കും ലാപ്പ് തന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടാബ് തന്നിട്ടുണ്ട്. എന്തിനാ? പ്രൈസ് 3 വന്നതോടുകൂടി മെഷർമെന്റ് എൻ്റർ ചെയ്യേണ്ടത്, മെഷർമെന്റ് എവിടെ നിന്നാണ് എൻ്റർ ചെയ്യേണ്ടത്? സൈറ്റിൽ വെച്ച് എൻ്റർ ചെയ്യേണ്ടത്. പണ്ട് പറയുന്നത് എംബുക്ക് നമ്മുടെ കസ്റ്റഡിയിൽ, എയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എംബുക്ക്, വളരെ സേഫ് ആയിട്ട് മിസ്സാവാതെ. എന്തിനു വേണ്ടിയാണ് എയുടെ കസ്റ്റഡിയിൽ എംബുക്ക് കൈ സൂക്ഷിക്കാന്ന് പറഞ്ഞത്? സൈറ്റിൽ നിന്ന് നമ്മുടെ കയ്യിൽ വെച്ച് എഴുതേണ്ട സാധനമാണ് മെഷർമെന്റ് ബുക്ക് എന്നാണ് നമ്മളുടെ അടിസ്ഥാന തത്വം. അപ്പോ ഈ അളവ് തൂക്ക രജിസ്റ്റർ, മെഷർമെന്റ് രജിസ്റ്റർ ബുക്ക്, ഇതിനകത്ത് കൺസീൽഡ് മെഷർമെന്റ് ഒക്കെ കൃത്യമായി സൈറ്റിൽ വെച്ച് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഇത്രയും കോടി രൂപയൊക്കെ ചെലവാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വളരെ സേഫായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഒരുപക്ഷെ നമ്മളുടെ ഇടയിലൊക്കെ ഒരു പ്രവണതയുണ്ട്, പതുക്കെ അത് നമ്മൾ വീട്ടിൽ പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൈവീശി നടക്കുന്ന രീതിയിലൊരു തമാശയൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് കേൾക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ കൺസീൽഡ് മെഷർമെന്റ് പറഞ്ഞല്ലോ, കൃത്യമായി വർക്ക് ചെയ്ത ദിവസം തന്നെ എൻ്റർ ചെയ്യേണ്ടതെന്നാണ് കൺസീൽഡ് മെഷർമെന്റ്. അത് ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത മെഷർമെന്റിനെയാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ഇടുക. അപ്പൊ നമ്മളൊരു മെഷർമെന്റ് ടൈപ്പ് എന്ന് പറയുന്നിടത്ത് കൺസീൽഡ് മെഷർമെന്റ് ചൂസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് വർക്കിന്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുക. അടുത്ത നോർമൽ മെഷർമെന്റ്. നോർമൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ കുഴിച്ചു നോക്കിയാൽ ഈ സാധനത്തെ അവിടെ കാണാം. എക്സ്കവേഷൻ, നമ്മൾ 1 മീറ്റർ താഴ്ചയിൽ പൈപ്പ് ഇട്ടു എന്ന് മെഷർമെന്റ് കാണിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ആരെങ്കിലും ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് തുറന്നു തന്നെ 1 മീറ്റർ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ മെഷർമെന്റ് ഇട്ടു, AXക്ക് ഒരു സംശയം, ഇത് 1 മീറ്റർ താഴ്ച ഉണ്ടോന്ന്. AXC പറയാണ് ഓപ്പൺ ആക്കൂ, ഞാനൊരു നോക്കട്ടെ, ചെക്ക് മെഷർ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം. അതാണ് നോർമൽ മെഷർമെന്റ്. അപ്പൊ കൺസീൽഡ് അല്ലാത്ത എല്ലാം നോർമൽ മെഷർമെന്റ്. ഇനി അടുത്തത് പ്രീ മെഷർമെന്റ്. ഈ പ്രീ മെഷർമെന്റ് എന്ന് പറയുന്നതും 100% ചെക്ക് മെഷർ ചെയ്യേണ്ട സാധനമാണ്. അതായത് എന്താണ് പ്രീ മെഷർമെന്റ് എന്ന് പറയുന്നത്? നമുക്ക് പണ്ടൊരു നമ്മുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു, ഈ കോൺക്രീറ്റ് ചെയ്യുന്ന, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ തലേന്ന് സ്റ്റീലിൽ എടുക്കുന്ന മെഷർമെന്റ് ആണ് പ്രീ മെഷർമെന്റ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അബദ്ധമായ ധാരണ. പക്ഷെ അതല്ല പ്രീ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ ഡിമോളിഷ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം, നാളെ ആ സാധനം അവിടെ കാണത്തില്ല. കാര്യം നമ്മൾ ഒരു പഴയ ഒരു കെട്ടിടം, ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുന്നു. അത് എങ്ങനെ ഡിമോളിഷ് ചെയ്യുന്നു? കോൺട്രാക്ടർക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് അത് ടെൻഡർ ചെയ്ത് അയാൾ ഏറ്റെടുത്ത് പൊളിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. അപ്പൊ ആ പൊളിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പ്രീ മെഷർമെന്റ് ഉള്ളത്. അതായത് നാളെ ഇനി അത് കാണില്ല, അവിടെ ഉണ്ടാകില്ല, എക്സിസ്റ്റൻസ് ഇല്ല. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രീ മെഷർമെന്റ് പറയുക. പിന്നെ അടുത്ത ഒരു മെഷർമെന്റ് ആണ് സ്റ്റാക്ക് മെഷർമെന്റ്. പ്രത്യേകിച്ച് അതിന്റെ ബ്രാക്കറ്റ് എഴുതിയിട്ട് നോട്ട് ഫോർ പേയ്മെന്റ്. എവിടെയാണ് ഈ സ്റ്റാക്ക് മെഷർമെന്റ്? നമ്മളൊരു റോഡ് വർക്കിന് വേണ്ടിയിട്ട്, നമ്മളിപ്പോ റോഡ് പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, റോഡ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രിഗേറ്റ്സ് സപ്ലൈ ചെയ്തിട്ട്, ആക്ച്വലി ഇത് നമുക്ക് റോഡ് വർക്കിന് അങ്ങനെയും മെഷർമെന്റ് എടുക്കാൻ പാടില്ല. റോഡ് വർക്കിന് മെഷർമെന്റ് എടുക്കേണ്ടത് ആ അഗ്രിഗേറ്റിനെ അല്ലെങ്കിൽ പിന്നെ GSB അല്ലെങ്കിൽ WMM നമ്മൾ ലേ ചെയ്തിട്ട് അതിന്റെ ലെവൽസ് വെച്ചിട്ടാണ് അതിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് PWD മാനുവൽ ഉള്ളത്. പിന്നെ സ്റ്റാക്ക് മെഷർമെന്റ് ഒന്നുകിൽ അവിടെ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലയിടത്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ബ്ലാസ്റ്റിംഗ്, പ്രൊട്ടക്റ്റഡ് ബ്ലാസ്റ്റിംഗ്. അതായത് ഒരു കൺസ്ട്രക്ഷന് വേണ്ടി പൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഹാർഡ് റോക്കാണ്. ഹാർഡ് റോക്കിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പ്രൊട്ടക്റ്റഡ് ബ്ലാസ്റ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യാതെ ചെയ്യാം. രണ്ടായാലും ആ റോക്ക് ബ്ലാസ്റ്റ് ചെയ്ത് പൊളിച്ചെടുക്കുന്ന റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്ക് ചെയ്യണം. സ്റ്റാക്ക് ചെയ്തിട്ട് അതിന്റെ മെഷർമെന്റ് എൻ്റർ ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് ഓപ്ഷൻ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ കരാറുകാരൻ അയാളുടെ ബില്ലിൽ കുറവ് തരുത്തി അയാൾക്കും ഓപ്ഷൻ നടത്തിയേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മെഷർമെന്റുകൾക്ക് പറയുന്നവരാണ് സ്റ്റാക്ക് മെഷർമെന്റ്. സ്റ്റാക്ക് ചെയ്ത് മെഷർമെന്റ് എടുക്കുക. അത് കാശിന് വേണ്ടിയിട്ടല്ല, ആ മെഷർമെന്റ് വെച്ചിട്ട് നമുക്കത് മറ്റൊരു വർക്ക് അറേഞ്ച് ചെയ്യാനോ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സ്റ്റാക്ക് മെഷർമെന്റ്. അപ്പോൾ 4 മെഷർമെന്റ് ഞാൻ പറഞ്ഞല്ലോ: കൺസീൽഡ് മെഷർമെന്റ്, നോർമൽ മെഷർമെന്റ്, പ്രീ മെഷർമെന്റ്, സ്റ്റാക്ക് മെഷർമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്നുള്ളത് ഒരു പൈപ്പ് ലൈനിങ് വർക്ക്, FHTC കൊടുക്കലായതുകൊണ്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? നോർമൽ മെഷർമെന്റ് ചൂസ് ചെയ്തു, സേവ് ചെയ്തു. അപ്പൊ നമ്മുടെ ഹെഡിങ് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. FHTC കൊടുത്തു, പ്രൊവൈഡിങ് FHTC. FHTCയുടെ കേസിൽ നമുക്ക് എന്തേ ഉള്ളൂ? നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 25 കൊടുത്തു. അവിടെ ലെങ്തോ വിഡ്ത്തോ ഹൈറ്റോ ഒന്നും വരുന്നില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഇപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്, ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. ഞാൻ അതുകൂടെ അതും പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും നമുക്ക് ആ ക്വാണ്ടിറ്റി. ഇനിയുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ കേസൊന്നുമില്ല. ഒരു വർക്കിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ മെഷർമെന്റ് വരാം?
ഒന്നുകിൽ സിംഗിൾ യൂണിറ്റ് ലെങ്ത് വരാം, അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റിൽ വരാം. ഏരിയ നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരാം. ഇനി അല്ലെങ്കിൽ വോള്യം വരാം, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ് ഡെപ്ത്. അപ്പൊ ഈ 3 രീതിയിലല്ലേ നമുക്ക് മെഷർമെന്റുകൾ നോർമലി വരുള്ളൂ. പ്രൈസും അത്രേ പറയുന്നുള്ളൂ. പിന്നെ നമ്പർ എന്നുള്ളത് എണ്ണം വരാം. അപ്പോ നമ്പർ, ലെങ്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത്, അങ്ങനെയുള്ള രീതിയിലേ നമ്മുടെ മെഷർമെന്റുകൾ പോവുള്ളൂ. അപ്പൊ ഇവിടെ എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ് നമ്മൾ എടുത്തതനുസരിച്ച് എങ്ങനെയാണോ എൻട്രി ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് എൻട്രി ചെയ്തു പോകാം. ഇവിടെ നമുക്ക് പ്രൊവൈഡിങ് FHTC എന്നുള്ളത് നമ്പർ മാത്രമായതുകൊണ്ട് നമ്പർ എൻട്രി ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, സേവ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇവിടെ കോഎഫിഷ്യന്റ് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞേക്കുക. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കോഎഫിഷ്യന്റിന് എന്ത് കൊടുക്കണം, നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കണം. ഇനി എവിടെയാണ് കോഎഫിഷ്യന്റ് വരുന്നത്? ഇനി കോഎഫിഷ്യന്റ് വരുന്നത് എവിടെയാണെന്നുള്ളത് നമുക്കിനി അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ മെഷർമെന്റ് എൻട്രി ചെയ്തു. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഒന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. അപ്പൊ നമ്മുടെ മെഷർമെന്റ് എന്തായി, സേവ് ആയി. ഇനി ആ മെഷർമെന്റിന്റെ റൈറ്റ് സൈഡിൽ ഒരു കണ്ടോ, ഈ മോളിൽ എഴുതിയേക്കുന്ന മെഷർമെന്റിന്റെ എല്ലാം റൈറ്റ് സൈഡിൽ ഒരു 3 കുത്ത് കിടപ്പുണ്ട്. ആ 3 കുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസറ്റിൽ വല്ലതും വരുന്നതാണോ എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ദെൻ അവിടെ നമ്മൾ ഓരോ മെഷർമെന്റിന്റെ ഈ ഡൗൺവേർഡ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പച്ച കളറിലെ 3 കുത്ത് കാണാം. അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ പച്ച കളറിലെ 3 കുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെക്ക് മെഷർമെന്റ് നടന്നോ എന്നുള്ളതാണ്. മെഷർമെന്റ് ഒരു റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആ മെഷർമെന്റ് AX ചെക്ക് മെഷർ ചെയ്തിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ പച്ചക്കുത്തിനകത്ത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം AX കൊടുത്ത മെഷർമെന്റ് AX ചെക്ക് മെഷർ ചെയ്തോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത മെഷർമെന്റിന്റെ നേരെയുള്ള ഈ ഇവിടെ എല്ലാത്തിനകത്തും ഉണ്ട് കണ്ടോ, ഈ പച്ച കളറിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പോഴത്തെ റെക്കോർഡ് ചെയ്ത ആളാര്, റെക്കോർഡ് ചെയ്തത് ചെക്ക് മെഷർ ചെയ്ത ആളാര്, എന്ന് ചെക്ക് മെഷർ ചെയ്തു, എന്ന് ചെക്ക് മെഷർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ നോർമൽ മെഷർമെന്റ് എൻട്രി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഇനി ഒരു മറ്റൊരു ഇനി ഒരു ട്രെഞ്ചിങ്ങിന്റെ മെഷർമെന്റ് എൻട്രി ചെയ്യുന്ന എടുക്കാം. ഞാൻ അതിനകത്ത് തന്നെ വേറെ റൈറ്റും എടുത്തു, ഒരു ട്രെഞ്ചിങ്ങിന്റെ മെഷർമെന്റ് എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് ചെയ്തു. എവിടെ ആയാലും എൻട്രി ചെയ്യേണ്ട സാധനം ഇതേപോലെ ഒരു സ്ഥലത്ത് ഒരു പ്ലസ്സിൽ കാണും, അവിടെ പ്ലസ് ചെയ്തു. മെഷർമെന്റിന്റെ വാല്യൂ നമ്മൾ എൻട്രി ചെയ്തു. ലേയിങ് 90 mm HDPE പൈപ്പ്, അതാണ് നമ്മുടെ മെഷർമെന്റ് ഹെഡ്. ആ മെഷർമെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നോർമൽ മെഷർമെന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, സേവ് ചെയ്തു. അപ്പൊ നമുക്കത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എഴുതാം എവിടെ മുതൽ എവിടെ വരെ. നമ്മളുടെ ഒരു ഡ്രോയിങ് നമുക്കൊരു നോഡ് കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് മാർക്ക് ചെയ്യാം, ഫ്രം നോഡ് 12 to 234 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിന്റെ 12 മുതൽ 234 വരെ വരുന്ന നോഡിലാണ് ഈ ലെങ്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ വിശാലമാക്കി എഴുതാം. ആ 12 മുതൽ 234 വരുന്നതിനകത്ത് ചെയിനേജ്, അതിന്റെ ലെങ്ത് ഒരു 250 മീറ്റർ ആണെന്നിരിക്കട്ടെ. ചെയിനേജ് 214 ഒരു 3 മീറ്റർ എന്തുണ്ട്, ടെസ്റ്റ് ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്, കൾവർട്ട് ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് അവിടെ കാണിക്കാം. നമ്മുടെ മെഷർമെന്റ് നാളെ ഈ മാറി വേറൊരു കയ്യിലാകുമ്പോ
നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരേ എൻട്രി ചെയ്തിട്ട് പോയി അവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ പൈപ്പിട്ട ആളിനെ, ജോലിക്കാരനെ, കോൺട്രാക്ടറെ അല്ലെങ്കിൽ നാട്ടുകാരനെ പിടിക്കാൻ പോകണം. ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുമ്പോഴും അവിടെ വെള്ളം ലീക്ക് ആകുമ്പോഴായിരിക്കും അറിയുന്നത് അവിടെ ഗ്യാപ്പാണെന്ന് അറിയുന്നത്. പക്ഷെ നമ്മുടെ മെഷർമെന്റുകളിൽ നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം. ആ കാണിച്ചത് വളരെ ക്ലിയർ ആണ്. എന്താണ്? നോഡ് 12 മുതൽ 234 വരെ വരുന്ന നോഡിൽ അവിടെ ഒരു ചെയിനേജിൽ അവിടെ എന്തുണ്ട്? അവിടെ ഒരു ടെസ്റ്റിംഗ് ഗ്യാപ്പ് ഉണ്ട്. നമ്പർ ഒരെണ്ണമാണ്. ലെങ്ത് 250 മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. 250 മീറ്ററിൽ നമ്മൾ ഒരു 3 മീറ്റർ ടെസ്റ്റിംഗ് ഗ്യാപ്പ് പറഞ്ഞിട്ട് ബാക്കി 247 മീറ്റർ. 90 HDPE പൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ട്രെഞ്ചിന്റെ വീതി 0.3. HDPE പൈപ്പിന്റെ ട്രെഞ്ചിന്റെ വീതി എന്ന് പറയുന്നത് അപ് ടു 110 വരെ ഉള്ളതിന് 30 സെന്റിമീറ്റർ ആയിരിക്കണം എന്നാണ് IS കോഡ് പറയുന്നത്. 50 സെന്റിമീറ്റർ അല്ല. ഓക്കെ, അതിന്റെ ഡെപ്ത് 1 മീറ്റർ തന്നെയാണെന്ന് ഇരിക്കട്ടെ. ഇനി ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കോഎഫിഷ്യന്റ് ഇവിടെ വേണ്ടി വരുന്നുണ്ടോ? വരുന്നില്ല. നോർമൽ കേസിൽ കോഎഫിഷ്യന്റ് വേണ്ടി വരുന്നില്ല. ഇനി നമുക്ക് ഇവിടെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ മൾട്ടിപ്ലിക്കേഷൻ ആവുകയും ചെയ്യും, നമ്മുടെ ക്വാണ്ടിറ്റിക്കകത്ത് വ്യത്യാസം വരികയും ചെയ്യും. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ ഈ എൻട്രി ഒക്കെ EM ബുക്കിൽ എൻട്രി ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയർ നമുക്കുണ്ടാകണം. കാര്യം ഇവിടെ നോക്കൂ, 0.3ക്ക് പകരം 3 ആയി കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിക്കകത്ത് എന്ത് വ്യത്യാസം വരും? 0.3ക്ക് പകരം നമ്മളവിടെ 3 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 741 m³ ആയി. ആക്ച്വലി എത്രയേ വന്നിട്ടുള്ളൂ? 0.3 വന്നിട്ടുള്ളൂ. അപ്പോ ഇത് ഒരുപക്ഷെ ലാസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അങ്ങ് പോയി. നമുക്ക് മുൻപ് എന്തായിരുന്നു ഗുണം? നമ്മുടെ മാനുവൽ എംബുക്ക് ആകുമ്പോൾ അങ്ങനെ ഒരു കറക്ഷൻ ഓഡിറ്റ് ടൈമിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ DB എന്ന് വിളിക്കുമ്പോൾ സാറേ ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് നമ്മൾക്ക് കൈകൊണ്ട് കറക്റ്റ് ചെയ്ത് ഇനിഷ്യൽ ചെയ്ത് പോവാം. പക്ഷെ EM ബുക്കിനകത്തോ നിങ്ങൾ എൻട്രി ചെയ്യുന്ന ഇതേ വാല്യൂ നമ്മുടെ ജോലിയുടെ തിരക്ക് കൊണ്ടായിരിക്കും അങ്ങനെ പറ്റിപ്പോകുന്നത്. നമ്മളാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇനി AXC അദ്ദേഹത്തിന് തിരക്കുകൊണ്ട് നീ എഴുതിയതല്ല ശരി തന്നെയല്ലോ, ഓക്കെ ഞാൻ ചെക്ക് മെഷർ ചെയ്തേക്കാം. ചെക്ക് മെഷർ ചെയ്ത് അങ്ങ് വിടുന്നു. AE ചെക്ക് മെഷർ ചെയ്തു, AE മെഷർമെന്റ് എൻ്റർ ചെയ്തു, AXC ചെക്ക് മെഷർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബില്ല് വാലിഡേറ്റ് ചെയ്ത് ബില്ലിന്റെ ഓഡിറ്റിന് ചെന്ന് ഡിവിഷനിൽ ബില്ല് ഓഡിറ്റ് ചെയ്യുന്ന DB മിടുക്കനാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഈ കണ്ടുപിടിക്കുന്നത്. അതിന്റെ വിഡ്ത്ത് 0.3 വരേണ്ടതിന് പകരം 3 ആണ്. അപ്പൊ എത്ര പൈസയുടെ വ്യത്യാസം വന്നു? പൈസയുടെ വ്യത്യാസം വന്നു എന്ന് മാത്രമല്ല, പ്രൈസ് 3 വന്നതോടുകൂടി അത് നമ്മുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വേണ്ടി വന്നു. ക്വാണ്ടിറ്റി അതിന്റെ എഗീഡ് ക്വാണ്ടിറ്റിയേക്കാളും കൂടും. അപ്പൊ പിന്നെ ബില്ല് പാസ്സാവണമെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരണം. ആ വർക്കിന്റെ നമുക്ക് മുൻപ് മാനുവൽ ആയിട്ടുള്ളപ്പോൾ നമുക്ക് മാനുവലി കറക്റ്റ് ചെയ്യാം. ഇനിയിപ്പോ അത് പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ വീണ്ടും എൻട്രി ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ അവസാനം ഈ പൈസ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പപേക്ഷയൊക്കെ എഴുതി കാണിക്കണം, ഞാൻ മെഷർമെന്റ് എൻട്രി ചെയ്തതിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്, അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി അത് കറസ്പോണ്ടൻസി കയറ്റി അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് ശേഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നാളെ ഇത് ഓഡിറ്റ് പെർവ്യൂവിൽ വന്നിട്ട് ഈ ഫയൽ ഇതെങ്ങാനും കണ്ടുപിടിച്ച് വെച്ചു കഴിഞ്ഞാൽ അതും വീണ്ടും പ്രശ്നമായി മാറും. അല്ലെങ്കിൽ ഒരു ബിരുദൻ നമ്മുടെ അടുത്ത് വിവരാവകാശം വെച്ച് ഇതിന്റെ മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ബിരുദൻ അത് വെച്ച് പോകാൻ പറയും. അപ്പൊ പിന്നെ നമ്മൾ പോയി പറയണം, അയ്യോ ചേട്ടാ അത് തെറ്റുപറ്റി പോയതാ, ഞാൻ എഴുതിയത് ഇങ്ങനെ ആരും ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരുന്നത് ഒഴിവാക്കാൻ വളരെ ശ്രദ്ധയോടെ നോക്കുക. മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു എസ്റ്റിമേറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റിനെ പിന്നെ കറക്റ്റ് ചെയ്യാം. പക്ഷെ ഒരു മെഷർമെന്റ് എൻട്രി ചെയ്ത് അത് ചെക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബില്ല് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതും നമുക്ക് നമ്മുടെ സർവീസിൽ ബാധിക്കുന്നതുമായ പ്രശ്നമാണ് എന്നുള്ളത് മെഷർമെന്റ് എൻട്രി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇവിടെ സേവ് കൊടുക്കാം. ഇനി ആ കോഎഫിഷ്യന്റിന്റെ കേസ് കൂടെ പറഞ്ഞു. ഇനി കോഎഫിഷ്യന്റ് നമ്മൾ എത്രയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ചൂസ് ചെയ്യാം. കാറ്റഗറി, ഏതൊക്കെ കാറ്റഗറിയിലാണ് കോഎഫിഷ്യന്റ് വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പെയിന്റിങ്ങിന് ട്വിസ്റ്റഡ് സ്റ്റീല്, ഡിഫോംഡ് ബാർസ് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് പ്രൈസ് തന്നെ കോഎഫിഷ്യന്റിൽ പറയുന്നത്. ഇത്ര ഐറ്റങ്ങളിൽ വന്നാൽ മാത്രമേ നമ്മൾ കോഎഫിഷ്യന്റ് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തടത്ത് കോഎഫിഷ്യന്റ് ബാധകമല്ല. ഇപ്പോ നമ്മളൊരു സ്റ്റീലിന്റെ കിലോഗ്രാം പെർ മീറ്റർ റീഇൻഫോഴ്സ്മെന്റിന്റെ മെഷർമെന്റ് എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ലെങ്ത് നമ്മൾ മെഷർമെന്റ് ആയിട്ട് എൻട്രി ചെയ്തിട്ട് അതിന്റെ കിലോഗ്രാം പെർ മീറ്റർ എന്നുള്ളത് ഇവിടെ ഒരു മെഷർമെന്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെഷർമെന്റ് വന്നു.
അപ്പൊ അടുത്തത് വന്നു, എത്ര mm ഡയാ സ്റ്റീലാണ്. ഇവിടെ മെഷർമെന്റ് എൻ്റർ ചെയ്യേണ്ടതല്ല, ഞാൻ എങ്കിലും എങ്ങനെ കോഎഫിഷ്യന്റ് എൻ്റർ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. സോ 8 mm ഡയാ സ്റ്റീലാണ്. അതിന്റെ വാല്യൂ എത്ര? 0.329 kg/m ആണ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് സക്സസ്ഫുള്ളി സേവ്ഡ് ആയി. അപ്പൊ നമ്മളുടെ ഇവിടെ ഒരു കോഎഫിഷ്യന്റ് വന്നു. അപ്പൊ മെഷർമെന്റിൽ ഇനി എൻ്റർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ മെഷർമെന്റ് നമ്മൾ സേവ് ചെയ്തിട്ടില്ല. ഞാൻ സേവ് ചെയ്യാത്തത് കൊണ്ടാണ്. ആക്ച്വലി കോഎഫിഷ്യന്റ് മെഷർമെന്റ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടതാണ്? സേവ് ചെയ്യേണ്ടതാണ്. മെഷർമെന്റ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് കോഎഫിഷ്യന്റ് സേവ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് കൺസീൽഡ് മെഷർമെന്റിൽ മാത്രമേ അത് മതിയാവും. സോ അതിനകത്ത് ഓക്കെ കൊടുത്തു. 1,247.3 ഇവിടെ കോഎഫിഷ്യന്റ് വന്നു കഴിയുമ്പോൾ കണ്ടോ 8 mm ഡയ എന്നുള്ള കോഎഫിഷ്യന്റ് ഇവിടെ വന്നു. നേരത്തെ വരെ നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ ആയിരുന്നു. അപ്പൊ 8 mm ഡയ എന്നുള്ള കോഎഫിഷ്യന്റ് നിന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടെ 0.329 വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു മെഷർമെന്റിൽ കോഎഫിഷ്യന്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് വേണ്ടാത്ത നമ്മൾ എന്ത് കൊടുത്താൽ മതി? നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. അല്ല, ഇത് സ്റ്റീലിന്റെ മെഷർമെന്റ് ആണെങ്കിൽ നമ്മൾ ആ സ്റ്റീലിൽ നമുക്ക് ഏതൊക്കെ 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്, 20 ഉണ്ട്, ഇത്രയും മെഷർമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ kg/m വെയിറ്റ് എത്രയാണെന്നുള്ളത് മെഷർമെന്റ് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്തിട്ടാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കോഎഫിഷ്യന്റ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, 8 mm ഡയയുടെ കോഎഫിഷ്യന്റ് എടുത്ത് 16 ഇടരുത്, വെയിറ്റ് കമ്പിയുടെ വെയിറ്റിൽ വ്യത്യാസം വന്നു. അതേപോലെ 16 mm ഡയയുടെ കോഎഫിഷ്യന്റ് അത് kg/m വെയിറ്റ് എടുത്ത് 8 ഇടരുത്, അവിടെയും നമുക്ക് ക്വാണ്ടിറ്റിക്കകത്ത് വേരിയേഷൻ വരും. അപ്പം ഇത് കോഎഫിഷ്യന്റ് ഒന്നുകൂടെ പറയോ? കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുന്ന ഒന്നുകൂടെ പറയോ? ഓക്കെ, കോഎഫിഷ്യന്റ് ആഡ് ചെയ്ത് പറയാം. ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്, ഞാനിതൊന്ന് സേവ് ചെയ്തോട്ടെ. കോഎഫിഷ്യന്റ്, ഈ കോഎഫിഷ്യന്റ് എവിടെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള. അപ്പൊ കോഎഫിഷ്യന്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കോഎഫിഷ്യന്റ് ആഡ് ചെയ്തിട്ടുണ്ട്, തൊട്ടപ്പുറത്തൊരു പ്ലസ് സൈൻ കണ്ടല്ലോ, ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഒന്നാമത് ചോദിക്കും കാറ്റഗറി, എന്തൊക്കെയാണ് കാറ്റഗറി? അപ്പൊ പ്രൈസ് പറയുന്നത് ഇത്രയും കാറ്റഗറിയിൽ മാത്രമേ നമുക്ക് കോഎഫിഷ്യന്റ് ഉള്ളൂ. പ്രൈസ് പറയുന്നതല്ല, നമ്മുടെ SOR വെച്ചിട്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് വെച്ചിട്ട് ഇത്രയും കാറ്റഗറി കോഎഫിഷ്യന്റ് ഉള്ളൂ. എന്തൊക്കെയാണുള്ളത്? ഒന്ന് പെയിന്റിങ്ങിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, പിന്നെ ട്വിസ്റ്റഡ് ബാറിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, അതായത് TMT ബാറിന്റെ kg/m, അലൂമിനിയം സെക്ഷൻ, പൗഡർ അലൂമിനിയം, അങ്ങനെ GI സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ്, ഇങ്ങനെ പറഞ്ഞേക്കുന്ന ഇത്രയും ഐറ്റങ്ങളിൽ കോഎഫിഷ്യന്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അവിടെയാണ് ഞാൻ പറഞ്ഞത് TMT ബാറിൽ അല്ലെങ്കിൽ ഓക്കെ TMT ബാറിൽ അവിടെ ഉള്ളൂ. TMT ബാറിൽ കൊടുത്തു. അപ്പൊ സെലക്ട് ഡിസ്ക്രിപ്ഷൻ, TMT ബാർ എന്ന് കൊടുത്തപ്പോ തന്നെ ഡിസ്ക്രിപ്ഷൻ വന്നു. നമുക്ക് മാർക്കറ്റിൽ എവിടം വരെ ഉണ്ട്? 32 വരെ ഉണ്ട്. 32 വരെയുള്ള ഡയമീറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. 6, 8, 10, 12, 16, 20, 25, 32. സോ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെന്റ് 20 ആണെന്നിരിക്കട്ടെ. 20 mm ഡയ കൊടുത്തു. അതിന്റെ kg/m വാല്യൂ അത് പ്രൈസിന് അറിയത്തില്ല, നമുക്കേ അറിയാവൂ. 2.689 kg/m ആണ് അതിന്റെ കോഎഫിഷ്യന്റ് എങ്കിൽ അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ഈ അടിച്ചു കൊടുക്കുന്ന വാല്യൂ പ്രൈസിന്റെമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾക്ക് അറിയാവുന്ന വാല്യൂ, അതാണ് കോഎഫിഷ്യന്റ് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ പൈസ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കോഎഫിഷ്യന്റ് അതാണെന്നുള്ളത് നമ്മൾ എവിടുന്നാണ് എടുക്കേണ്ടത്? സ്റ്റീൽ ടേബിൾ നോക്കിയിട്ട് 20 mm TMT ബാറിന് kg/m എത്രയാണോ വരുന്നത് നോക്കിയിട്ട് എൻട്രി ചെയ്യാവുള്ളൂ. കാര്യം ഇത് വെച്ചിട്ട് കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ കുറഞ്ഞു കഴിഞ്ഞാൽ, കോഎഫിഷ്യന്റ് കുറവാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടർക്ക് കാശ് പോകും, നാളെ അയാൾ വഴക്കിന് വരും. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അയാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതാണ് അവിടെ വരുന്നത്. എനിക്കറിയത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കോഎഫിഷ്യന്റ് സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോഎഫിഷ്യന്റ് അടുത്ത കോഎഫിഷ്യന്റ് വന്നു. അങ്ങനെ നമുക്ക് ഒരു മെഷർമെന്റിൽ ഒരു വർക്കിൽ എന്തൊക്കെ കോഎഫിഷ്യന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടാങ്ക് OHSRന്റെ പണിയാണ്, ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വർക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോഎഫിഷ്യന്റുകൾ അവിടെ വേണ്ടി വരുന്നു ഒന്നുകിൽ സമയാസമയങ്ങളിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ പെയിന്റിങ്ങിന്റെ കോഎഫിഷ്യന്റ് വർക്ക് കൊടുക്കുമ്പോഴേ ആഡ് ചെയ്തിട്ടുണ്ടാവും, റീഇൻഫോഴ്സ്മെന്റ് കോഎഫിഷ്യന്റുകൾ ആഡ് ചെയ്തിട്ടാൽ മതിയാവും. അങ്ങനെ കോഎഫിഷ്യന്റുകൾ ആഡ് ചെയ്താൽ നമുക്ക് മെഷർമെന്റ് എൻ്റർ ചെയ്യുമ്പോൾ കോഎഫിഷ്യന്റ് ചൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഎഫിഷ്യന്റിനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. വീണ്ടും ഇവിടെ വരുമ്പോഴേക്കും ആ കോഎഫിഷ്യന്റ് ഇവിടെ കാണാം, കണ്ടോ? ഇവിടെ വന്നപ്പോ 8, 20 വന്നു. 20ന്റെ കമ്പിയാണെന്നെങ്കിൽ അവിടെ ആ കോഎഫിഷ്യന്റ് നമുക്ക് എടുക്കാൻ പറ്റും. കോഎഫിഷ്യന്റ് വേണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ഇട്ടാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മെഷർമെന്റ് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പൊ മെഷർമെന്റ് ഓരോന്നിനും എൻ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ അനുസരിച്ച്. അപ്പൊ അവിടെ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് കണ്ടോ, ഇവിടെ യൂണിറ്റ് ഏതാണെന്ന് പറയുന്നുണ്ട്.
കട്ടിങ് ബിറ്റ്യൂമിനസ് റോഡ് മീറ്റർ യൂണിറ്റ്, അവിടെ കയറി എന്ത് എൻട്രി ചെയ്യരുത്, ഏരിയ എൻട്രി ചെയ്യരുത്. കോളം അവിടെ ഉണ്ട്, ലെങ്ത് ബ്രെഡ്ത്ത് നമ്പർ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ അവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് എന്റെ എൻട്രി മിസ്റ്റേക്കിൽ ഞാൻ ലെങ്ത് വരേണ്ടടുത്ത് വരെ സ്ക്വയർ മീറ്റർ ആക്കി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വിട്ടൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിക്കകത്ത് വേരിയേഷൻ ആയി. നമ്മൾ പറഞ്ഞാണ്ടത് ഇവിടെ ഈ സാധനം അവിടെ തന്നെ ഉണ്ട്, ഇതിന് വ്യത്യാസമൊന്നുമില്ല. പ്രൈസ് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് അതിനകത്ത് എന്തേ പറയുള്ളൂ, എല്ലാം പറയുന്നുണ്ട്. നമ്പർ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് എല്ലാം പറയുന്നുണ്ട്. ഇവിടെ നമ്പർ എൻട്രി ചെയ്യേണ്ടടുത്ത് നമ്പരും, ലെങ്ത് എൻട്രി ചെയ്യേണ്ടടുത്ത് ലെങ്തും, ഏരിയ എൻട്രി ചെയ്യേണ്ടടുത്ത് ഏരിയയും, വോള്യൂം എൻട്രി ചെയ്യേണ്ടടുത്ത് വോള്യവും തന്നെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ലോജിക്കാണ്. ലോജിക്ക് എന്നുള്ളതല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ബേസിക് നോളജാണ്. അവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ട് അത് പ്രൈസ് അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഏകദേശം 9:20 ജോയ് സാറേ. ഓക്കെ, ഇനി വേറെന്തെങ്കിലും വേണ്ടി വരുമോ? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൂടെ എൻട്രി ചെയ്യാം. കാര്യം ഞാൻ ഇടയ്ക്ക് ആ ടെൻഡറിന്റെ കാര്യം ഒന്ന് പറഞ്ഞു ഇടയ്ക്ക് നമ്മള് ഈ ബാധകമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു പോയതുകൊണ്ട് 10-20 മിനിറ്റ് അതിന് വേണ്ടി പോകേണ്ടി വന്നു. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെന്റുകൾ ഇപ്പൊ നമ്മള് ഒരു OHSRന്റെ മെഷർമെന്റ് ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സെഷനോ അടുത്ത ആഴ്ച നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഇതിനകത്തൊക്കെ വരുന്ന പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റും. അല്ല അടുത്ത ആഴ്ച വന്നിരിക്കുന്ന ആള് ആദ്യമായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. നമുക്കൊരു കേസ് സ്റ്റഡി കൂടെ വെക്കാമുള്ള അവർക്ക് വേണ്ടിയിട്ട് പിന്നീട്. അതെ, വേണമെന്നുണ്ടെങ്കിൽ ഒരു സെഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാം. ശരി ശരി, ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഈ നമ്മളിപ്പം എന്താ അയാളുടെ ടൈം പീരീഡ് കഴിഞ്ഞാലും നമുക്ക് മെഷർമെന്റ് ഇടാൻ പറ്റുമല്ലോ ഇപ്പോഴത്തെ പ്രൈസില്? മെഷർമെന്റ് ഇടാൻ പറ്റും. ടൈം പീരീഡ് കാരണം ടൈം പീരീഡും അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു, ടൈം പീരീഡും എംബുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് ഇവര് ശരിക്കും ആ ടൈം പീരീഡ് കഴിയുന്നതിന് മുമ്പ് പിന്നെ എഗ്രിമെന്റ് വെക്കണമല്ലോ, സപ്ലിമെന്ററി എഗ്രിമെന്റ് വെക്കണ്ടേ, ടൈം എക്സ്റ്റൻഷൻ. അപ്പൊ ടൈം എക്സ്റ്റൻഷന് നമുക്ക് അതിൻ്റെ അകത്ത് ഈ പ്രൈസിൽ നമുക്ക് എവിടെ നോക്കിയാലും ടൈം അറിയാൻ പറ്റും എന്ന് വരെ ഉള്ളതെന്നുള്ളത്. നമ്മൾ സൈറ്റ് ആൻഡ് ഓറിലുണ്ട് ഡേറ്റ് നോക്കിയിട്ട് നോക്കാം. അല്ലാതെ നമുക്ക് ഇന്ന ഡേറ്റ് വരെ ഇതിന്റെ പിന്നെ വിത്തൗട്ട് ടൈം എക്സ്റ്റൻഷൻ ഇന്ന ഡേറ്റ് വരെ അറിയാൻ പറ്റുമോ അതിൽ നോക്കിയിട്ട്? അങ്ങനെ പറ്റത്തില്ല. നമ്മളുടെ ഒരു വർക്ക് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പ്രാഥമിക റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള വർക്കുകൾ എന്ന് തുടങ്ങി എന്ന് തീരേണ്ടതാണ്, എന്ന് വരെയാണ് അതിന്റെ ടൈം എന്നുള്ളത് അദ്ദേഹം അറിയേണ്ടതാണ്. അപ്പോ ടൈം തീരുന്നതിന് മുൻപ് ടൈം കഴിഞ്ഞ ശേഷം ഒരു മെഷർമെന്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന് നമുക്ക് ടൈം എക്സ്റ്റൻഷൻ കൊടുക്കാം. വിത്ത് ഫൈൻ ഓർ വിത്തൗട്ട് ഫൈൻ എന്നുള്ളതാണ് ബാധകം. ഒരു കോൺട്രാക്ടർക്ക് നമുക്ക് വർക്ക് സസ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. വർക്ക് സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഒരു എക്സ്ട്രീം കേസ് ആണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ള ചോദ്യം. എപ്പോഴും നമ്മളുടെ ടൈം എക്സ്റ്റൻഷന്റെ 2 കണ്ടീഷനേ ഉള്ളൂ. ടൈം എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എങ്ങനെ? ഫൈൻ അടിച്ചിട്ട് കൊടുക്കുന്നോ, ഫൈൻ ഇല്ലാതെ കൊടുക്കുന്നോ? ഫൈൻ ഇല്ലാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വാലിഡ് ഡോക്യുമെന്റ്സ് റീസൺസ് അയാൾക്ക് ഉണ്ടാവണം. ഫൈൻ അടിച്ചു കൊടുക്കാം. LD ലിക്വിഡേറ്ററി ഡാമേജ് ആസ് പെർ NET കണ്ടീഷൻ അടിച്ചു കൊടുക്കാം. അതുകൊണ്ട് അതൊന്നും പ്രൈസ് പറയത്തില്ല, അത് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. സാറേ, ഹലോ സാറേ, മെഷർമെന്റ് ഇട്ട് AXക്ക് സബ്മിറ്റ് ചെയ്ത് ചെക്ക് മെഷർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോഴാണ് നോട്ട് ചെയ്യണത് ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ കറക്ഷൻ ഉണ്ടെന്ന്. AX ചെക്ക് മെഷർ ചെയ്യാതെ തിരിച്ചു കയറിയാണെങ്കിൽ AXക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? AXക്ക് ചെക്ക് മെഷർ ചെയ്യാതെ തിരിച്ചു തിരിച്ചു തരാൻ പറ്റത്തില്ല. അല്ല, AXക്ക് അവിടെ ചെക്ക് മെഷർ ചെയ്യാം. എങ്ങനെ? വന്ന തെറ്റിനെ AX എടുത്ത് പറയുകയാണ്, സാർ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് AXക്ക് ചെക്ക് മെഷർമെന്റിൽ കറക്റ്റ് ചെയ്യാം. ചെക്ക് മെഷർമെന്റ് കറക്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ വേറെ വ്യത്യാസമൊന്നും വരില്ല. ആ മെഷർമെന്റില് കൃത്യമായി റെഡ് ഇങ്ക് കൊണ്ട് വെട്ടൊക്കെ കാണും ഒരു മെഷർമെന്റ്. അപ്പൊ അത് AX ചെക്ക് മെഷർ ചെയ്തപ്പോ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് AX കറക്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അത് എന്നും EMB കാണും AX കറക്റ്റ് ചെയ്തതായിട്ടല്ലേ സാറേ? കാണും. അതെങ്ങനെ? നമ്മളൊരു മാനുവൽ എംബുക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് അവിടെ കാണത്തില്ലേ? അതേപോലെ EMB കാണും. ഓക്കെ സാർ, ഓക്കെ, നോ പ്രോബ്ലം, കാണും.
പക്ഷെ അവിടെ വെച്ച് പറഞ്ഞ് തീർത്താൽ നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെക്ക് മെഷർമെന്റ് ചെയ്യാന്നതും ശ്രദ്ധിക്കാതെ അത് ബില്ല് ഇന്ന് എനിക്ക് വന്ന ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. ഒരു ബില്ല് അവർ വാലിഡേറ്റ് ചെയ്തു. ഞാൻ ആ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. 0.5 പകരം എന്തെഴുതി 5 എന്നായിപ്പോയി. ക്വാണ്ടിറ്റിക്കകത്ത് എന്ത് വേണ്ടി വേരിയേഷൻ വന്നു? അത് ബില്ല് വാലിഡേറ്റ് ചെയ്ത് ഡിവിഷനിൽ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടുപിടിച്ചത് വിഡ്ത്തിന് 0.5 പകരം 5 എൻട്രി ചെയ്തേക്കുന്നത്. അതിന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ആകെ ചെയ്യാൻ പറ്റുന്ന മാനുവലി. പിന്നെ കാര്യം നമ്മുടെ പ്രൈസിൽ നമുക്കൊരു ഗുണമുണ്ട്. നമുക്കുള്ള പ്രൈസ് ഈ നമ്മുടെ ബില്ല് പ്രോസസ് ചെയ്യുന്നതോട് തീരുക. പക്ഷെ PWD എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ ബില്ല് പ്രോസസ് ചെയ്ത് ഇതിനകത്ത് നിന്നുള്ള MOP ജനറേറ്റ് ചെയ്ത് അതാണ് എവിടത്തേക്ക് പോകുന്നത്? ട്രഷറിയിലോട്ട് പോകുന്നത് പേയ്മെന്റിന്. നമുക്ക് ട്രഷറി ആയിട്ടുള്ള പേയ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു സുഖമുണ്ട്. സുഖമല്ല, അതൊരു നല്ല പ്രാക്ടീസും അല്ല. നമുക്ക് ഈ അപ്രൂവ് ചെയ്യുമ്പോൾ മാനുവലി അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റിടത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്കി ഫാക്ടറാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ട്രഷറി പോയി പേയ്മെന്റ് കൊടുക്കുന്നിടത്ത്. സാർ അരുൺകുരിയാണ്. പറഞ്ഞോ സാറേ, ഇതുപോലൊരു മെഷർമെന്റ് കൂടിയൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു DI പൈപ്പിന്റെ വെയിറ്റ് ഇട്ടത് സ്പെഷ്യൽസിന്റെ. അപ്പൊ 23 ക്വിന്റലിന് പകരം 235 ക്വിന്റലായി പോയി. ഓക്കെ. അപ്പൊ അത് ബില്ല് ആക്കി പോയി. ഓക്കെ. അപ്പൊ ഡിവിഷനിൽ ചെന്നപ്പോ അത് അപ്പൊ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഡിവിഷനിൽ അത് പറഞ്ഞു തിരിച്ചിടാൻ പറഞ്ഞിട്ട് അപ്പം ഇറ്റ് കനോട്ട് ബി എഡിറ്റഡ് എന്ന് എഴുതിയേക്കുന്നു. നെഗറ്റീവ് മെഷർമെന്റ് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് വല്ല ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് മെഷർമെന്റ് ഇടാം. പക്ഷെ അത് നെഗറ്റീവ് മെഷർമെന്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത ബില്ലിലെ വാലിഡേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആ ബില്ല് ക്യാൻസൽ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? ആ ബില്ലിനകത്ത് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് എയ്ക്കാണോ പറ്റുന്നത് അതോ? അല്ല, അത് ഏത് തലത്തിൽ പോയിട്ടുണ്ടോ ആ തലത്തിലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നോക്കി ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് എയ്ക്ക് പറ്റത്തില്ല. കാര്യം എ ബില്ല് സബ്മിറ്റ് കഴിഞ്ഞു പോയല്ലോ. ഈക്ക് ബില്ല് ഡിലീറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഹെൽപ്പ് ഡെസ്കിന്റെ കൊറി വല്ലതും വാങ്ങിച്ച് ഹെൽപ്പ് ഡെസ്കിൽ കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാങ്ങിച്ച് എടുക്കേണ്ടി വരും. ഓക്കെ. സാറേ, അത് ബില്ല്